തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. പെൺകരുത്തിന്റെ ആഘോഷമായി അന്നൂർ ഡെന്റൽ കോളേജിലെ ലോക വനിതാ ദിനാഘോഷം. അല്ലൂർ എലിക്സറി സ്ഥാപകയും സിഇഒയുമായ ഡോക്ടർ ശ്രദ്ധ പ്രകാശ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വനിതാ ശാക്തീകരണത്തിന്റെയും അക്കാദമിക് മികവിന്റെയും സന്ദേശവുമായി മൂവാറ്റുപുഴ അന്നൂർ ഡെന്റൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിൽ ലോക വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. വനിതകളുടെ നേട്ടങ്ങളെ ആദരിക്കാനും വിദ്യാർത്ഥികളിൽ നേതൃഗുണങ്ങൾ വളർത്താനുമായി സംഘടിപ്പിച്ച ചടങ്ങിൽ സാമൂഹിക വിദ്യാഭ്യാസ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. ആയുർവേദ വെൽനസ് ബ്രാൻഡായ അല്ലൂർ എലിക്സറി സ്ഥാപകയും സിഇഒയുമായ ഡോക്ടർ ശ്രദ്ധ പ്രകാശ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രൊഫഷണൽ ജീവിതത്തിൽ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ആത്മവിശ്വാസവും ദീർഘവീക്ഷണവും അനിവാര്യമാണെന്ന് ശ്രദ്ധ പറഞ്ഞു. സ്വന്തമായ ഡ്രീമല്ല നമുക്കുള്ളതെല്ലാം മറ്റുള്ളവരിൽ നിന്ന് കേട്ടിട്ടുള്ള ഡ്രീംസ് ആണ്. സോ ഗിവ് യുവർസെൽഫ് ദ പെർമിഷൻ ടു ഡ്രീം. നിങ്ങൾ ഫോർ എക്സാമ്പിൾ എൻ്റെ പാരൻസ് ഒക്കെ എല്ലാവരും ഗവൺമെന്റ് ഓഫീഷ്യൽസ് ആണ്. മോസ്റ്റ് ഓഫ് മൈ റിലേറ്റീവ്സ് ആർ ഗവൺമെന്റ് ഓഫീഷ്യൽസ്. അപ്പോൾ അവര് എനിക്കും ആഗ്രഹിച്ചത് ഒരു ഗവൺമെന്റ് ജോലി ചെയ്യണം, നിർബന്ധമായി ഗവൺമെന്റ് സെക്ടറിൽ കയറണം എന്നാണ്. ഞാൻ കല്യാണം കഴിച്ചത് ഒരു ഗവൺമെന്റ് ഒഫീഷ്യലിൽ തന്നെയാണ്. പക്ഷേ when I told them that I want to pursue business, അത് അവർക്ക് ഭയങ്കര ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. കാരണം ആരും തന്നെ ഫാമിലിയിൽ ആരും തന്നെ ഒരു ബിസിനസ് കാറ്റഗറിന്നോ ഒരു ഓൺടർപ്രണർ ജേർണി എടുത്തിട്ടൊന്നും പരിചയമില്ല. Literally they are scared to do entrepreneur journey because അതിൽ ഒരുപാട് ups and downs ഉണ്ട്. സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ച് സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നും ശ്രദ്ധ പറഞ്ഞു. സ്ത്രീ സംരംഭകത്വത്തിൽ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ ശ്രദ്ധ പ്രകാശ് മറുപടി നൽകി. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി വിശിഷ്ടാതിഥിയായിരുന്നു. സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിലും സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രൊഫഷണലുകളെ വാർത്തെടുക്കുന്നതിലും അന്നൂർ ഡെന്റൽ കോളേജ് മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. സമൂഹത്തെ പടുത്തുയർത്തണമെങ്കിൽ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ മറ്റാരെങ്കിലും കഴിയുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ്. ഈ ഒരു വനിതാ ദിനത്തിന്റെ ആഘോഷ വേളയിൽ നമ്മളെല്ലാത്തിനും ഒരു സ്ത്രീത്വത്തിന്റെ ഭാവങ്ങളെ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതേസമയം കാലം എത്ര മുൻപോട്ട് പോയാലും സ്ത്രീ സുരക്ഷിതയല്ല എന്നുള്ള ഈ ഒരു വസ്തുതയും സമൂഹത്തിന് മുമ്പിൽ നിന്ന് നേടിച്ചു നിൽക്കുന്നുണ്ട്. പല സാഹചര്യങ്ങളിലും ഇന്ന് പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുന്നു. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ വിവാഹിതരായതിനു ശേഷം ഡൗറിയുടെ പേരിലും മറ്റു പല കാര്യങ്ങളുടെ പേരിലും ഭർത്താക്കന്മാരാലും അവരുടെ കുടുംബങ്ങളാലും ആക്രമിക്കുന്ന സ്ഥിതി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. സമൂഹത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് ചടങ്ങിൽ മുഖ്യാതിഥിയെയും വിശിഷ്ടാതിഥിയെയും കോളേജ് അധികൃതർ ആദരിച്ചു. ദന്തചികിത്സ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ ആദരവ് നൽകി. ഇവരുടെ കഠിനാധ്വാനത്തെയും പ്രൊഫഷണൽ മികവിനെയും ചടങ്ങിൽ അഭിനന്ദിച്ചു. അക്കാദമിക് മികവിനും ഗവേഷണ രംഗത്തെ സംഭാവനകൾക്കും നൽകിയ അംഗീകാരം പ്രൊഫഷണൽ മേഖലയിലെ മികവിനുള്ള സാക്ഷ്യപത്രമായി മാറി. കോളേജിലെ വനിതാ ഫോറമായ അന്നൂർ വിമൻ ബ്രിഗേഡിന്റെ പ്രവർത്തനങ്ങൾ കോർത്തിണക്കി തയ്യാറാക്കിയ ഷീറൈസ് എന്ന ന്യൂസ് ലെറ്ററിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ അഡ്വക്കേറ്റ് TS റഷീദ്, ഡയറക്ടറും സിഇഒയുമായ ഡോക്ടർ TS ബിന്യാമിൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ജിജു ജോർജ് ബേബി, വൈസ് പ്രിൻസിപ്പലും AWB ചെയർപേഴ്സണുമായ ഡോക്ടർ ലിസ ജോർജ്, സ്റ്റുഡൻസ് ഡീൻ ഡോക്ടർ ജോസ് പോൾ എന്നിവർ ചേർന്ന് പ്രകാശനം നിർവഹിച്ചു. ലോക വനിതാ ദിന പ്രമേയമായ നൽകുന്നതിലൂടെ നേടുക എന്ന ആശയത്തെ മുൻനിർത്തി വിവിധ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കോളേജ് തുടക്കം കുറിച്ചു. വിദ്യാർത്ഥികളുടെ നൃത്തശില്പവും അരങ്ങേറി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.